UDF-ന് വേണ്ടി VD സതീശൻ ഒരു ജാഥ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഒരു യാത്ര നയിച്ചിട്ട് യാത്ര നടത്തുന്ന ആളുകളാണ് സാധാരണ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ക്ലെയിം ചെയ്യാറുള്ളത്. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ ഈ പോകുന്ന വഴിക്കെല്ലാം അടിയിട്ടുകൊണ്ടും അതുപോലെ തന്നെ ഊന്നേണ്ട പ്രശ്നങ്ങളിൽ ഊന്നാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം കോൺഗ്രസിനെ ജയിപ്പിക്കാനോ അതോ LDF-നെ ജയിപ്പിക്കാൻ വേണ്ടിയാണോ യാത്ര നടത്തുന്നത്? ഒരു ശങ്ക തോന്നുന്നു. എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? ഇല്ല, സതീശന് പ്രശ്നങ്ങളാണ്. സതീശൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളും തീരുമാനങ്ങൾ ഉള്ള ആളും എന്നുള്ള രീതിയിലേക്ക് ബോധ്യം എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എടുത്തുമില്ല, അങ്ങ് വിജയിച്ചു. ഒന്ന് അൻവറിന്റെ കാര്യവും അതിനു മുമ്പ് ചില സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യവും ഒക്കെ എടുത്തു വിജയിച്ചു. ഇപ്പം അദ്ദേഹം എടുത്തൊരു തീരുമാനം വള്ളിക്കെട്ട് പോലെ, നമ്മൾ ഈ പറഞ്ഞ വള്ളിക്കെട്ടാവും ചില സാധനങ്ങൾ. കാരണം ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിട്ട് എടുത്ത നിലപാട് മുസ്ലിങ്ങൾക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുകയും ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായത്, അതായത് അഭിപ്രായത്തിനകത്ത് ഒരു തിരിച്ചൊരഭിപ്രായം മുസ്ലിം ലീഗ് പോലും ഭയക്കുന്ന സമസ്ത കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സമ്മേളനത്തിനകത്ത് ലക്ഷങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാം പങ്കെടുത്തു, മുഖ്യമന്ത്രി പങ്കെടുത്തു, പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ടായിരുന്നല്ലോ. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ NSSന്റെ സമ്മേളനം നടക്കുമ്പോൾ വന്നിരുന്നത് പോലെ അവിടെ വന്നിരുന്നതിന് ശേഷം അദ്ദേഹം അതിനകത്ത് വളരെ പ്രസക്തമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. കാരണം ഇവിടെ ജാതിയും മതവും നമ്മുടെ മതസംസ്കാരവും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഒക്കെ ആഗ്രഹമുണ്ട്, അത് സാധിക്കുന്നുമുണ്ട്. അത് അങ്ങനെ ആവുകയും വേണം. പക്ഷെ ഒരു കാര്യം, ഇത് മതരാഷ്ട്രമാക്കണമെന്ന് വാദിക്കുന്നവരുടെ കൂടെ നിന്ന് കൊടുക്കാൻ ഒക്കത്തില്ല. ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിച്ചു പോകാൻ ഒക്കത്തില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്ര അല്ലെങ്കിൽ അഭിപ്രായവും മഹദൂദിയുടെ അഭിപ്രായവും ഒക്കെ ഈ രാജ്യത്തെയും കേരളത്തെയും ഇവിടുത്തെ ചെറുപ്പക്കാരെയും മുസ്ലിം സംഘടനയെയും ഇല്ലായ്മ ചെയ്യും. എന്നാലും അയാൾ വ്യക്തത വരുത്തി പറഞ്ഞു, ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കണം, മുസ്ലിങ്ങൾ വേറെത്തിന്റെ ശത്രുവാകാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഇവർ പറയുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മളെ എല്ലാവരും ശത്രുവായിട്ട് കാണും. നമ്മൾക്ക് എല്ലാവരുമായിട്ടും സൗഹൃദമായിട്ട് പോകണം. അതുപോലെ നമ്മുടെ മതത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് മതം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം. നമ്മൾ അല്ലെങ്കിൽ മതരാജ്യം വേണം, അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ശരീഅത്ത് നിയമം വേണം, അല്ലെങ്കിൽ ആ ഭരണഘടനയെ അംഗീകരിക്കത്തില്ല, ജുഡീഷ്യറി അംഗീകരിക്കത്തില്ല, മറ്റു മതങ്ങളെ അവരുടെ ആചാരങ്ങളെ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് കേരളത്തിലും ഇന്ത്യയിലും നടക്കത്തില്ല. മാത്രവുമല്ല, സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരിടത്ത് ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് അംഗീകരിച്ചു പോകുന്ന അവസ്ഥയില്ല. സമസ്തയ്ക്ക് അതിനകത്ത് താല്പര്യമില്ല, ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ സമയത്താണ് മതമാണ് പ്രശ്നമെന്ന് പറയുന്നവരും മഹദൂദിയുടെ സിദ്ധാന്തം, ഭരണഘടനയെ അംഗീകരിക്കത്തില്ല, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കത്തില്ല, ജുഡീഷ്യറി അംഗീകരിക്കത്തില്ല, മറ്റ് മതങ്ങളെ അംഗീകരിക്കത്തില്ല. ഈ രാജ്യം എന്ന് മതരാഷ്ട്രമാകുന്നു അന്ന് വരെ ഈ രാജ്യത്ത് താമസിക്കുന്നതിനകത്തും അല്ലെങ്കിൽ അവൻ നിസ്കരിക്കുന്നതിനകത്തും അവൻ മുസ്ലിമായിട്ട് ജീവിക്കുന്നതിനകത്തും പുണ്യം കിട്ടാത്ത അവസ്ഥയിലാന്ന് ഉറക്കെ പറയുന്നിടത്താണ് അതാണ് ശരി, അവൻ പറയുന്നതാണ് ശരി, അവനെ ഞങ്ങൾ കൂടെ കൂട്ടും എന്ന് ഉറക്കെ പറയുന്നൊരു സതീശനത് പണിയാട്ടോ. ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ പാർട്ടി പ്രത്യേകിച്ച് ഒരു പാർട്ടി സംവിധാനം മറ്റത് മറിച്ചു വന്നു. പക്ഷേ ഈ ഒരു നിലപാട് അംഗീകരിച്ചു പോകാൻ പറ്റുന്നതല്ല. ആ നിലപാടുമായിട്ട് നിൽക്കുന്നവരെ അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥയും ഇല്ല. പ്രതിപക്ഷ പാർട്ടി നേതാവെന്നുള്ള രീതിയിൽ ഞാൻ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നോട്ടെന്നാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാടും കൂടെ തന്നെ ഇദ്ദേഹം വേസ്റ്റ് പറക്കുന്ന പണി തുടങ്ങി. ഇപ്പോൾ കേട്ടോ, വേസ്റ്റ് പറക്കുന്നത് ഞാൻ ചോദിച്ചിട്ട്, കോൺഗ്രസ് എന്ന് പറയുന്നത് ഭയങ്കര കോൺഗ്രസ് ആണ്, ഇതിനകത്ത് ആളുണ്ട് അല്ലെങ്കിൽ മറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്നിടത്ത് ഇയാൾക്കിടെ പാർട്ടിക്കകത്ത് ആൾക്കാരെ മത്സരിപ്പിക്കാനില്ല. ആരെങ്കിലും ചോദിച്ചാൽ എവിടെ ശശിയെ പുറത്താക്കിക്കോ, CPM-ന് വേണ്ട ശശി, എത്ര ജനകീയനാണേലും ശശിയെ CPM-ന്റെ ഒരു കാര്യം അറിയാമല്ലോ, ഒരുത്തനെ പോയിന്റ് ചെയ്ത് കുഴപ്പക്കാരനാണെന്ന് കണ്ടാൽ പരസ്യമായിട്ടൊന്നും പറയത്തില്ല, അവർ ഒതുക്കി അതിനെ മൂലയിലെത്തിക്കും. അതിനെ ഒരു മൂലയിലോട്ട് അടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ രണ്ട് വലിയ പോസ്റ്റോ കൊടുത്തുന്നല്ല, പാർട്ടിയുടെ മൂലയിൽ തന്നെ ആ മൂലയെ ചാരിവനെ ചെന്ന് കിടന്ന് വിളിക്കുക, ബാ ഇതിനകത്ത് നിൽക്കാം നാണം ഉണ്ട്. അതിനകത്ത് ഒരു കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നവൻ, കോൺഗ്രസിന് വേണ്ടി
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരുന്നവൻ, അവരൊന്നും ഈ പാർട്ടിക്ക് എത്തില്ല. അല്ല, വേറെ സുരേഷ് ആരാ, സുരേഷ് വി എസ് അച്യുതാനന്ദ പേഴ്സണൽ സെക്രട്ടറി അസിസ്റ്റന്റ്, അയാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നിൽക്കുക. അവനെ ഈ പാർട്ടിക്ക് അകത്തുനിന്ന് വെളിയിൽ കളഞ്ഞ. സുരേഷിനെ പറ്റി ദീർഘമായിട്ട് അറിയണമെങ്കിൽ സുരേഷിന്റെ കാര്യങ്ങൾ തിരക്കിയാൽ മതി. നമ്മൾ ഈ എനിക്കറിയാം 2013 പുറത്താക്കി ഇന്ന് വരെ പാർട്ടി തിരിച്ചെടുത്തില്ല. മാത്രമല്ല സുരേഷ് ഈ പറയുന്നത് പോലെ അങ്ങ് നിഷ്കുണ പരബ്രഹ്മോ ഒന്നുമല്ല. സുരേഷ് നിരന്തരമായിട്ട് വിദേശത്ത് പോകുന്നു. എന്തിനാ വിദേശത്ത് പോകുന്നത്? സുരേഷിന് തിരുവനന്തപുരത്തുള്ള വീട്ടിൽ സതീശൻ ഒന്ന് പോയി നോക്കിയാൽ മതി, മനസ്സിലാവുന്നുണ്ട് എത്ര ഞാൻ പറയുന്നത്. സുരേഷിന്റെ വീട്ടിൽ ഒരു പേഴ്സണൽ സെക്രട്ടറിയുടെ ശമ്പളവും കാര്യങ്ങളും മറ്റത് മറിച്ചതും ഒക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ. ഇദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണെന്നതിനെ പറ്റി അറിയാമല്ലോ. അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ്. ഇദ്ദേഹം നിരന്തരമായിട്ട് ഗൾഫിൽ പോകുന്നുണ്ട്. എന്തോ കൂട്ടുകാരെ വിളിച്ചിട്ട് പോകും. കൂട്ടുകാർ എന്തോ ഗൾഫിൽ എന്നെ ഒരു കൂട്ടുകാരും വിളിച്ചിട്ടുണ്ട്, കൂട്ടുകാർ പോകുന്നു. അപ്പം ആ സംവിധാനത്തെ പറ്റി അപ്പം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ഈ പാർട്ടിക്ക് വെളിയിൽ പോകുന്നു എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്ന ഒരവസ്ഥയില്ല. മാത്രമല്ല ഇന്നലെ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. CPM സഹയാത്രികരെ ചേർത്ത് പിടിച്ചോണം, അവരാണ് ഈ ഭരണത്തെ ഇറക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നതാണ്. CPM സഹയാത്രികരെ ചേർത്ത് പിടിക്കുക, സ്വന്തം പാർട്ടിക്കാരെ ചേർത്ത് പിടിക്കപ്പാ. നിങ്ങൾ ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രത്യേകത എത്ര പറയുമ്പോഴും അവരുടെ പാർട്ടിക്കകത്ത് അവർക്ക് വേണ്ടപ്പെട്ടവരായിട്ട് തോന്നിയിട്ടുള്ള ഏതൊറ്റത്തും അവർ ചേർത്ത് പിടിക്കും. ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട് പറഞ്ഞു, അതിനകത്ത് ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്ത് കുഴപ്പം വരുമെന്ന് കണ്ടാലും ആ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനാണോ പാർട്ടിയുടെ ഭാഗമാണെന്നോ തോന്നിക്കഴിഞ്ഞാൽ അവർ ചേർത്ത് പിടിക്കും. ആര് പറഞ്ഞാലും ഇയാളെ ചേർത്ത് പിടിക്കുമോ? ഇയാളെ ചോദിച്ചിട്ട് മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന പീഡനം നടത്തിയില്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും ഇപ്പോൾ ജാമ്യമൊക്കെ കിട്ടിയാൽ വെളിയിൽ നിൽക്കുക. പക്ഷേ അവനെ ഈ പാർട്ടിക്കകത്ത് ഈ പാർട്ടിയെ ഒരു അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഈ CPM-നെ പ്രതിരോധത്തിലാക്കി പോലും, ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കി പോലും ഈ VD സതീശൻ പോലും പ്രതിരോധത്തിലാക്കിയിട്ടില്ല. പോട്ടെ, അയാൾക്ക് തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്. അയാളെ ഈ പറയുന്നത് പോലെ ഈ മോശം ചെയ്തതുകൊണ്ട് പാർട്ടി മാറ്റുന്നത് ഇത് അംഗീകരിച്ചാൽ. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം ഒരു അവൻ്റെ പേരെന്തോ ഒരു സിനിമാ സംവിധായകൻ്റെ PT കുഞ്ഞു അതിൻ്റെ പേരിൽ ലൈംഗിക ആരോപണമുള്ള ആ സ്ത്രീ പരസ്യമായിട്ട് ഈ ഭരണകൂടത്തെയും അല്ലെങ്കിൽ പിണറായി വിജയനെ ഉൾപ്പെടെയുള്ളവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഏറ്റെടുക്കുന്നതിനെന്താ VD സതീശൻ ജാഥയും കൊണ്ട് വരുമല്ലേ? VD സതീശൻ ജാഥയും കൊണ്ട് വരുവാണല്ലേ? ഈ ജാഥയിലുടനീളം പറയാവുന്ന കാര്യമാണ്. എന്താ പറയാത്തത്? മാങ്കൂട്ടത്തിന്റെ കാര്യം ഇന്നും പറയാൻ നിൽക്കുക. നാളെ കാലത്തെ മാങ്കൂട്ടം ഇപ്പോഴും ഒളിവില്ല. നിങ്ങൾക്ക് അറിയത്തില്ല, മാങ്കൂട്ടം ഫോൺ ഓഫ് ചെയ്ത് മാങ്കൂട്ടം ഒളിവില്ല. നിങ്ങൾ തിരക്കി നോക്ക്, സാർ വിളിച്ചു നോക്ക്, മനസ്സിലായില്ലേ? സാർ വിളിച്ചു നോക്ക്, മാങ്കൂട്ടം ഒളിവില്ല. എന്താണെന്നറിയാം? ഏതെങ്കിലും കേസ് എടുത്ത് വീണ്ടും അറസ്റ്റ് ചെയ്യുന്ന ഒരു പേടിയാണ്. മനസ്സിലായില്ലേ? അതുപോലെ അടുക്കി വെച്ചേക്കുക. അത് അവരുടെ ജോലിയാ, പാർട്ടിയുടെ CPM-ന്റെ ജോലി. അതിനുള്ള ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാങ്കൂട്ടം സമാനം പറയണം. CPM എന്ന് പറയുന്ന പാർട്ടി അവിടെ പാർട്ടിയുടെ പണി ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് എന്തുകൊണ്ട് ആ പണി ചെയ്യുന്നില്ല? അപ്പൊ ഇയാൾ ആർക്ക് വേണ്ടിയാണ് ജാഥ നടത്തുന്നത്? ഏതാണ്ട് പിണറായി വിജയനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ജാഥ നടത്തുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾക്ക് വിചാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ UDF വന്നാൽ എനിക്ക് മുഖ്യമന്ത്രിയാകാൻ ഒക്കത്തില്ല, ഈ ഗോഷ്ഠിയൊക്കെ കഴിഞ്ഞിട്ട് KC വേണുഗോപാലിനെ മേളിൽ നിറക്കി മുഖ്യമന്ത്രിയാക്കും. അപ്പൊ അതിന് വേണ്ട വീണ്ടും പിണറായി വിജയൻ തന്നെ വരത്തുന്ന മനോനിലയിലാണോ ജാഥ നടത്തുന്നത് എന്നുകൂടി വിചാരിക്കേണ്ടി വരും. രണ്ടാമത്, ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, തൊടുത്തു വിട്ടതെല്ലാം പാഴായിക്കൊണ്ടിരിക്കുന്നു. സമസ്തയുടെ ഒരു നിലപാടോടുകൂടി ഒരു പക്ഷേ ആ നിലപാടിന് അനുകൂലമായിട്ട് ഹിന്ദുക്കൾ കൂടി അല്ലെങ്കിൽ വരുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കുന്നതിന് നമ്മൾ ഉദ്ദേശിക്കാത്ത സമസ്ത ഉണ്ടാകുന്ന ഒരവസ്ഥ. അതായത് നിലപാട് മതേതരത്വ ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലപാടുമായിട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സമസ്ത ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു. സമസ്ത പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ മത അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ സഹോദര മതങ്ങളെ വെറുപ്പിച്ചിട്ടുള്ളൊരു ജീവിതവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടും ആ രീതിയിലുള്ള പ്രസ്താവനയും അതിനെ പേർന്ന ആൾക്കാരെയും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സതീശനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. മാഷ് പറഞ്ഞതിന് അതിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട്. അതായത് സമസ്ത മുസ്ലിങ്ങൾ ഇത് കേട്ട് കൈയടിച്ച് തന്നോടൊപ്പം വരും, തനിക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാണ് VD സതീശൻ തൻ്റെ ബോധ്യം കൊണ്ട അടിസ്ഥാനത്തിൽ പറഞ്ഞത് ജമാഅത്തായി അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടെന്ന്. അല്ല, ഇയാൾ ജമാഅത്തിയുടെ ഭരണഘടന എഴുതിയാണോ? തിരുത്തി എഴുതിയാലോ? ഒരു മാറ്റവും ഇല്ലെന്ന് അവർ തന്നെ പറയാം. കാരയ്ക്കൽ അഹമ്മദ് ഫൈസി കേരളത്തിൽ തന്നെ പറഞ്ഞല്ലോ, VD സതീശൻ പറഞ്ഞതെല്ലാം പൊളിയാണെന്നുള്ള അദ്ദേഹം തന്നെ തെളിയിച്ചു കഴിഞ്ഞില്ലേ. അങ്ങനെ മാറ്റാൻ പറ്റുന്ന അല്ല അവരുടെ. കാരണം അല്ലെങ്കിൽ അത് അവരല്ലാതായി തീരും, മറ്റൊന്നായിട്ട് മാറും. കമ്മ്യൂണിസം പോലെ തന്നെയാണ് അവരുടെ നിലപാട് മാറ്റിയത് മറ്റൊന്ന്, കമ്മ്യൂണിസം അല്ല പിന്നെ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇയാൾ ബോധ്യം എന്ന് പറഞ്ഞ് പുസ്തകമൊക്കെ വായിച്ചു, ഗുലാഗ് ആർക്കിപ്പലോഗ വായിച്ചു എന്നൊക്കെ പറഞ്ഞ് വിവരം വേണം, വായിച്ചാൽ പോരാ, വിവരം ഉണ്ടാവണം, അതിൽ നിന്ന് സമാർജിക്കണം. അതുപോട്ടെ, അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചടിച്ചല്ലോ. മുസ്ലിം സമുദായത്തിൽ ഭരണഘടനയെ അംഗീകരിക്കുന്ന ആൾക്കാർ, ദേശസ്നേഹമുള്ള ആൾക്കാർ മുഴുവൻ ഇയാളെ തള്ളി പറഞ്ഞു.
സമസ്ത മുസ്ലിങ്ങളും അങ്ങ് അംഗീകരിക്കുന്ന ഇയാൾ സഹിക്കുന്നില്ല. കാരണം ജമാഅത്തെ എന്ന് പറയുന്നത് കൊലപാതകമാണ്. ബംഗ്ലാദേശിൽ കണ്ടത് നമ്മൾ ഹിന്ദു കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതേ ജമാഅത്ത് തന്നെയാണ്. അതേ ജമാഅത്ത് അല്ല വേറൊന്നും ലോകത്തിൽ ഒരു വ്യത്യാസം. സംസാരിക്കുന്ന രാവിലെ ആ ജമാഅത്തിനെ മീഡിയ സംസാരിക്കാൻ മാത്രം കേട്ടാ പോരാല്ലോ. ആ അപരാധം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനേക്കാൾ വലിയ അപരാധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വകാര്യ വ്യക്തികളോടെ ചെയ്യുന്നത്. പക്ഷേ ഇയാൾ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള അനുമതിയാണ്. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ മതേതര ജനാധിപത്യ ബോധ്യങ്ങളെ തകർക്കുന്ന നിലപാടാണ്. ചത്ത കുതിര എന്ന് ഭരണഘടനയെ അംഗീകരിച്ചിരുന്ന മുസ്ലിം ലീഗിനെ പോലും വിശേഷിപ്പിച്ച നെഹ്റുവിൻ്റെ പാർട്ടിയിലിരുന്നു കൊണ്ട് ഇയാൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ജ്ഞാനസ്നാനം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടിയുണ്ടല്ലോ, കോൺഗ്രസിനെ തലകുതിരായിട്ട് ശീർഷാസനത്തിൽ നിർത്തുന്ന പരിപാടിയാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോകുന്ന വഴിക്ക് തമ്മിലടി, മൈക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തമ്മിലടി, എന്ത് വൃത്തികെട്ട രീതി. ഇയാൾ മാത്രം അങ്ങ് യാത നടത്തിയാൽ വരും. വേറെ അല്ലേ, മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരില്ലേ? ആ CPM കണ്ടുപിടിക്കൂ നിങ്ങൾ. ജോസ് കെ മാണി വരെ യാതയിൽ പങ്കെടുക്കുന്നു. ഏകപക്ഷീയമായിട്ട് താനാണ് എല്ലാം കോൺഗ്രസ് എന്നും പറഞ്ഞ് നടക്കുന്ന, മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടക്കുന്ന സമുദായ നേതാക്കളെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം സഭയുടെ ആസ്ഥാനത്ത് പോയി നിരങ്ങിയ ഒരാളാണ്. പത്രക്കാർ കുറേ പേരുണ്ട് ഇയാളെ ഇങ്ങനെ വാഴ്ത്തി സ്തുതിക്കാൻ, മാധ്യമങ്ങളുടെ ഒരു സിൻഡിക്കേറ്റ് ഇട്ട് അതിൻ്റെ ബലത്തിൽ നടക്കുന്ന ഒരാളാണിത്. ഇപ്പം ഇയാൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് അപകടത്തിലേക്കുള്ള നടപ്പാണ്. മിക്കവാറും പിണറായി തന്നെ വരും. തന്നെയല്ല, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ PT കുഞ്ഞുമുഹമ്മദ് എന്ന ആളിനെ ചലച്ചിത്ര അക്കാദമി ഇതുവരെ മാറ്റിയിട്ടുണ്ടോ? ആ സ്ത്രീ പരസ്യമായിട്ട് ഇന്ന് പരാതി നിങ്ങളുടെ പത്രമായ, നിങ്ങളുടെ കേരളത്തിലെ മുഖപത്രം വീക്ഷണമല്ല മലയാള മനോരമ, അതിൽ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ ഉൾപേജിൽ അതിൽ കൂടി അപരാധമൊന്നും നിങ്ങളുടെ MLA ആയിരുന്ന ഗെയിം ചേഞ്ചർ ആകാമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് ആരെ ബോധ്യപ്പെടുത്താനും ആരെ പ്രീതിപ്പെടുത്താനുമാണ് നിങ്ങളത് ചെയ്തത്. നിങ്ങളുടെ ശരിക്കും സാറി പറഞ്ഞ പോലെ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അൻവറിനെ കെട്ടിപ്പിടിച്ചത്. അതുകൊണ്ടാണ് മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അത് ഉറക്കെ പറയുന്നത്. ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ആരൊക്കെയോ ഇയാളുടെ പിറകിലുണ്ട്. നിങ്ങളുടെ തലയ്ക്ക് തന്നെ കൂടം കൊണ്ട് അടിച്ചിരിക്കുകയാണ്. അതാണ് സംഭവിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.